കൊല്ലം ആനയടിയിലെ സ്വാതിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. മകളുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ ദുരൂഹത നീക്കാൻ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം പോലീസ് അവഗണിച്ചതായി യുവതിയുടെ പിതാവ്. അന്വേഷണം ശരിയായ വഴിക്കാണ് നടന്നത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. ആനയടിയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ 2024 ഏപ്രിൽ 2-നാണ് സ്വാതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സ്വാതിക്ക് സമീപവാസിയായ ദമ്പതികളുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായി കുടുംബം. മകളെ ഈ ദമ്പതികൾ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് സ്വാതിയുടെ അച്ഛൻ പറയുന്നു. ബന്ധുവായിട്ടുള്ള ഒരു സാമ്പത്തിക ഏർപ്പാടാണ് മോളുടെ മരണത്തിന് കാരണം. അതിന് കാരണം മൊബൈലിൽ വന്ന മെസ്സേജാണ്, വോയിസ് മെസ്സേജാണ് മരണത്തിന് കാരണം. അത് കണ്ടുപിടിക്കുകയോ ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുക ഞാൻ മൊബൈലിന് വേണ്ടി. അത് കണ്ടില്ല, ആദ്യം പറഞ്ഞ് കണ്ടില്ലെന്ന്, പിന്നെ പറഞ്ഞ് കോടതിയിൽ കെട്ടിവെച്ചത്. അതിനെപ്പറ്റി അന്വേഷിക്കണം, അത്യാവശ്യം. ഇത് സംബന്ധിച്ച് പരിശോധന വേണമെന്ന് കുടുംബം പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് റൂറൽ SP-ക്കും ശൂരനാട് SHO-യ്ക്കും അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. എൻ്റെ മോളുടെ മരണത്തെ സംബന്ധിച്ച് പരാതി ഞാൻ ചക്കുളി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, SP-ക്കും കൊടുത്തിരുന്നു. ഒരു അന്വേഷണവും ഇല്ലാതെ അവർ ക്യാൻസൽ ചെയ്തതായിട്ട് എനിക്ക് 18/6 റിപ്പോർട്ട് കിട്ടും. പരാതിയിൽ കൃത്യമായ പരിശോധന നടത്തി അന്വേഷണം പൂർത്തിയാക്കിയെന്നതാണ് ശൂരനാട് പോലീസിന്റെ വിശദീകരണം. മീഡിയ 1 കൊല്ലം.